നമസ്കാരം. ന്യായവിധിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ, അമൃത ടെലിവിഷൻ്റെ കേരള ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അതാണല്ലോ ഇതിപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ന്യായവിധിയിൽ ഈ വിഷയം അധികം ചർച്ചയാക്കിയിരുന്നില്ല. കാരണം എല്ലായിടത്തും ഇത് ചർച്ച ചെയ്യുന്നതുകൊണ്ട് ന്യായവിധി കുറച്ച് പതുക്കെ ഇതിലേക്ക് കടക്കാമെന്ന് കരുതി. ഏതായാലും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളി. സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ ചില നിരീക്ഷണങ്ങൾ അതിൽ നടത്തിയിട്ടുണ്ട്. സെഷൻസ് കോടതിയുടെ മുന്നിലെത്തിയ തെളിവുകളും, അത് പ്രോസിക്യൂഷൻ കൊടുത്ത തെളിവുകളുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിസ്ഥാനത്ത് നിന്ന് കൊടുത്ത തെളിവുകളുമുണ്ട്, രേഖകളുണ്ട്, വാട്സാപ്പ് ചാറ്റുകളുണ്ട്, പെൻഡ്രൈവുണ്ട്, ശബ്ദ സന്ദേശങ്ങളുണ്ട്. ഇതെല്ലാം പരിശോധിച്ച ശേഷം അടച്ചിട്ട കോടതി മുറിയിലാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷം കോടതി ഒരു നിഗമനത്തിലേക്ക് എത്തിയത് ഈ ആരോപിക്കുന്നത് പോലുള്ള ബലാത്സംഗമൊന്നും നടന്നതിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് അനുമാനിക്കാനാവുന്നില്ല. കാരണം അവർ തമ്മിലുള്ള സ്നേഹമസൃണങ്ങളായ സംഭാഷണങ്ങളും പരസ്പരമുള്ള ആശയവിനിമയവും ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബലമായി കീഴ്പ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമൊന്നും കോടതിക്ക് തോന്നിയില്ല എന്നാണ് ഈ വിധിയിൽ നിന്നും മനസ്സിലായത്. പക്ഷേ ഭ്രൂണഹത്യ നടത്താൻ പ്രേരിപ്പിച്ചോ ഇല്ലയോ, പ്രേരണാ കുറ്റമാണെങ്കിലും ഒരു കുറ്റം ചെയ്തതിന് തുല്യമാണ് കേട്ടോ. ആ കുറ്റത്തിൻ്റെ അതേ ശിക്ഷ പ്രേരണാ കുറ്റത്തിനും ലഭിക്കാം. അപ്പോൾ ഈ പ്രേരണാ കുറ്റം നിലനിൽക്കുമോ എന്നുള്ളത്, അതല്ലെങ്കിൽ പോലീസിൻ്റെ ആരോപണം അനുസരിച്ചാണെങ്കിൽ നിർബന്ധിച്ച് ഈ പരാതിക്കാരിയുടെ സമ്മതമില്ലാതെ ബലമായി ഭ്രൂണഹത്യ നടത്തിയോ, ഇതാണ് പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ വെച്ച് കോടതി പരിശോധിച്ചത്. ഇതൊരു തെളിവെടുപ്പൊന്നും അല്ലെങ്കിലും പ്രഥമദൃഷ്ട്യാ കോടതിയുടെ മുന്നിൽ വന്ന തെളിവുകൾ പരിശോധിക്കുക, അത്രമാത്രമേ കോടതിക്ക് ഈ ഒരു സ്റ്റേജിൽ ചെയ്യാനാവൂ. അപ്പോൾ പ്രഥമദൃഷ്ട്യാ എന്തോ കുറ്റം സംഭവിച്ചതായിട്ട് കോടതി കണ്ടെത്തി. കുറ്റം സംഭവിച്ചതായിട്ടാണ് കേട്ടോ, അല്ലാതെ പ്രതി കുറ്റക്കാരനാണ് എന്നല്ല. കാരണം ഇന്നലെ പല മാധ്യമങ്ങളിലും പ്രതി പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി എന്ന രീതിയിൽ സ്ക്രോളിങ് പോകുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, അത് തെറ്റാണ്. ഒരിക്കലും ഒരു ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പോലുമല്ല, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു കോടതിക്കും പ്രതി പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരൻ എന്ന് പറയാനാവില്ല. പകരം പ്രഥമദൃഷ്ട്യാ കുറ്റം സംഭവിച്ചതായിട്ട് തോന്നി എന്ന് മാത്രമേ പറയാനാവൂ. കുറ്റക്കാരനാണോ ഇല്ലയോ എന്നൊക്കെ വിചാരണ എല്ലാം കഴിഞ്ഞ് തെളിവെടുപ്പും കഴിഞ്ഞ് കോടതി അതിൻ്റെ ഫൈൻഡിങ് ആയിട്ട് കണ്ടെത്തണം. ആ അന്തിമ വിധിയിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ കോടതിക്ക് പറയാനാവും. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് പ്രഥമദൃഷ്ട്യാ ഈ ഭ്രൂണഹത്യ നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ ഒരു കുറ്റം നടന്നിട്ടുണ്ട്. ശരിയാണ്, ഭ്രൂണഹത്യ ഒരു കുറ്റമാണ്. ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങൾ, അത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചാണെങ്കിലും ഭാരതീയ ന്യായ സംഹിത 88-ാം വകുപ്പ് അനുസരിച്ചാണെങ്കിലും ഭ്രൂണഹത്യ ഒരു ക്രിമിനൽ കുറ്റമാണ്. ഭ്രൂണഹത്യയ്ക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ അത് ചെയ്യാനായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്ന ആരാണെങ്കിലും 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന ആരോപണം ഉയർത്താൻ ഭ്രൂണഹത്യ സമ്മതിച്ചാൽ അത് തന്നെ ധാരാളം മതി. അല്ലെങ്കിൽ ഭ്രൂണഹത്യ നടന്നു എന്നുള്ള തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചാൽ അത് മതി, കേസെടുക്കാം. അപ്പോൾ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ അതാണ്. ഇത്തരം ഒരു കുറ്റം നടന്നിട്ടുണ്ട് പ്രഥമദൃഷ്ട്യാ, അതുകൊണ്ടും ഈ ജാമ്യാപേക്ഷ നൽകിയ ആൾ വളരെ പ്രബലനായ ഒരു വ്യക്തിയായതുകൊണ്ടും സാക്ഷിയെ സ്വാധീനിക്കാനൊക്കെ ചിലപ്പോൾ സാധ്യതയുള്ളതുകൊണ്ടും ഈ അവസരത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ എനിക്ക് തോന്നുന്നില്ല, അതായത് ആ കോടതിക്ക് തോന്നുന്നില്ല. ഇതാണ് കോടതി ഉത്തരവിൻ്റെ സാരാംശം. ഈ ഉത്തരവിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ആ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ ഭ്രൂണഹത്യ നടത്തിയെന്ന അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം അത് വസ്തുതകൾ ശരിയായി പരിശോധിക്കാതെ ഉണ്ടായ ഉത്തരവാണ്, അതുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കണം. ഇതാണ് ഹൈക്കോടതിയിലും ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റ് ബന്ധങ്ങളെല്ലാം, ഉണ്ടായ ബന്ധങ്ങൾ പരസ്പര സമ്മതപ്രകാരമായിരുന്നു, അതുകൊണ്ട് ബലാത്സംഗമെന്ന് പറയാനാവില്ല. മാത്രമല്ല, ഈ സംഭവം നടന്നു എന്ന് പറയുന്നത് തീയതി കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ആരോപണം മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്നതും അതിനുശേഷം ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ ഇത് ഒരു പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു പരാതി കൊടുക്കുന്നതും
കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതെന്തായാലും ഹൈക്കോടതി വിശദമായി പരിശോധിക്കട്ടെ. പക്ഷേ ഇത്തരം കേസുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നിയമപ്രശ്നങ്ങൾ ഇത് മുൻപൊരു വീഡിയോയിൽ, ആ വീഡിയോയ്ക്ക് ഈ കേസുമായി ബന്ധമൊന്നുമില്ല എങ്കിലും മുൻപൊരു വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ പൊതുവേ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളുടെ നിയമപരമായ അവസ്ഥ എന്താണ് എന്നുള്ളത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കേസിലല്ല, ഈ കേസിലെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിധിയെ, അതായത് സെഷൻസ് കോടതി ഉത്തരവിനെ അധികരിച്ച് ഈ കേസിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ. ആ വിധി പഠിച്ച ശേഷം അതുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.